ഇന്ന് മാർച്ച് 1 സെൽഫ് ഇഞ്ചുറി അവയർനെസ് ഡേ. സെൽഫ് ഇഞ്ചുറി, നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി, സെൽഫ് ഹാം എന്നൊക്കെ പല പേരുകളിലായിട്ട് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. പ്രായപരിധി ഇല്ലാതെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെൽഫ് ഹാം എന്നുള്ളത്. എന്താണ് സെൽഫ് ഹാം? ഇൻറ്റൻഷനലി ഒരാൾ അവരുടെ ശരീരത്തെ ഹേർട്ട് ചെയ്യാനും മുറിവേൽപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. പല രീതിയിലും ആളുകൾ സെൽഫ് ഹാം ചെയ്യാറുണ്ട്. എങ്കിലും കോമൺലി കണ്ടുവരുന്ന ചില രീതികളെ പറ്റി പറയാം. ഒന്ന്, നൈഫ് കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ സ്വന്തം ശരീരത്തിൽ മാർക്കുകൾ വരുത്തുകയോ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. 2, ഫ്ലെയിം ഉപയോഗിച്ചോ ലൈറ്റർ ഉപയോഗിച്ചിട്ടോ സ്കിന്നിനെ ചെറിയ രീതിയിൽ ബേൺ ചെയ്യുന്നത്. പലപ്പോഴും ടാബ്ലറ്റ്സോ മെഡിക്കേഷൻസോ ഒരുപാട് എണ്ണം കഴിച്ച് ഓവേർഡോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഹിറ്റ് ചെയ്തുകൊണ്ടും പഞ്ച് ചെയ്തുകൊണ്ടും ബ്രൂസസ് വരുത്തുന്നത് എന്ന് തുടങ്ങി പല രീതിയിൽ സെൽഫ് ഹാം ബിഹേവിയേഴ്സ് കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ സെൽഫ് ഹാം ചെയ്യുന്നത്? പലപ്പോഴും സെൽഫ് ഹാം ചെയ്യുന്ന സമയത്ത് ഒരു സൂയിസൈഡൽ ഇൻറ്റൻറ്റോട് കൂടിയല്ല ആളുകൾ ചെയ്യാറുള്ളത്. പകരം അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്ന സമയത്ത്, ഹൈലി ഡിസ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഒരു പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് സെൽഫ് ഹാം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സെൽഫ് ഇഞ്ചുറി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇമോഷണൽ പെയിനിൽ റിലീഫ് കിട്ടുക എന്നുള്ളതല്ലേ. ഇതിൻ്റെ ഒരു ന്യൂറോബയോളജി നോക്കുകയാണെങ്കിൽ ഒരാൾ സെൽഫ് ഹാം ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഹോർമോൺ റിലീസാവും. ഇതിന് നമ്മൾ എൻഡോജീനിയസ് ഓപ്പിയോയിഡ്സ് എന്നൊക്കെ വിളിക്കും. ഇത് റിലീസാകുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ പെയിൻ പലപ്പോഴും ബ്ലോക്ക് ആവുകയും അതിൽ നിന്നൊരു ടെമ്പററി റിവാർഡും റിലീഫും ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ സെൽഫ് ഹാം ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ അറ്റംപ്റ്റിലല്ല നിൽക്കാറ്. ഇതൊരു റിപ്പീറ്റഡ് സൈക്കിളായിട്ട് മാറാറുണ്ട്. ബിക്കോസ് ഓരോ ടൈം അവർക്ക് ഇമോഷണൽ പെയിൻ താങ്ങാൻ പറ്റാത്ത സമയത്ത് അവർ കോപ്പ് ചെയ്യുന്ന രീതിയായിട്ട് സെൽഫ് ഹാം മാറാറുണ്ട് എന്നുള്ളതാണ്. സെൽഫ് ഹാം ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 1 in 5 ടീനേജേഴ്സ് കമ്മിറ്റ് സെൽഫ് ഹാം. പലപ്പോഴും സെൽഫ് ഹാം കമ്മിറ്റ് ചെയ്യുന്ന ആളുകൾ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈവൻ ദോ ചില ഡിസോർഡേഴ്സിൽ അത് കോമൺ ആണ്. അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ. പക്ഷേ ചില ആളുകളിൽ ഒരു സ്ഥിരം കോപ്പിംഗ് ആയിട്ട് സെൽഫ് ഹാം മാറാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സെൽഫ് ഹാം ചെയ്യുന്ന ഓരോ ആളുകളും ദേ ആർ സ്ട്രഗ്ലിംഗ് ഇൻസൈഡ്. സെൽഫ് ഹാം ഇസ് ദെയർ ക്രൈ ഫോർ ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും സെൽഫ് ഹാം ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഷെയിം ദെം ഓർ ബ്ലെയിം ദെം. ഇൻസ്റ്റെഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് what they are going through by just listening to them. And definitely the first thing that you have to do is to encourage them to seek professional help at the earliest. അഥവാ സെൽഫ് ഹാം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ please know that there is help and you are not alone in this.